എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഛത്തീസ്ഗഡിൽ 2 മലയാളികളായ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത വിഷയം കേരളത്തിൽ ഇപ്പോഴും സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കോൺഗ്രസും CPM വേണ്ട രീതിയിൽ നല്ല രീതിയിൽ മുതലെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് നേതൃത്വത്തിന് പോലും വലിയ രീതിയിൽ പരാതിയില്ല. പക്ഷേ ഇവിടുത്തെ കോൺഗ്രസിനാണ് വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ മീഡിയ ഇതിന് കുടപിടിക്കുകയും ചെയ്യണം. അപ്പോൾ അതിന് പിന്നിൽ വ്യക്തമായി പൊളിറ്റിക്സ് ഉണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം BJPയുമായിട്ട് നല്ല രീതിയിൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് മുസ്ലിം സമൂഹത്തിനിടയിലെ ഭീഷണി അതിന് നേരിടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ആൾക്കാർ ഇപ്പോൾ ക്രിസ്ത്യൻ സമൂഹം BJPയോട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഹിന്ദു ക്രിസ്ത്യൻ യൂണിറ്റി കേരളത്തിൽ രൂപപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമൊക്കെ ആയിട്ടാണ് തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചതും. അങ്ങനെയുള്ള കാര്യങ്ങൾ പല മണ്ഡലത്തിലും BJPക്ക് NDAക്ക് കിട്ടിയ വോട്ടിംഗ് ശതമാനം പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ക്രിസ്ത്യൻസ് ഇപ്പോൾ BJPക്ക് വോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വരും 2026 നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ ഇത് വലിയൊരു ഫാക്ടറായിട്ട് മാറും. അതാണ് ഛത്തീസ്ഗഡിൽ പോലും കാണാത്തൊരു വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം രണ്ട് മുന്നണികളും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഛത്തീസ്ഗഡിൽ ഈ കന്യാസ്ത്രീ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ കോടതി എന്താ പറഞ്ഞത്, ഇത് ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിഷയമല്ല, ഇത് അതുകൊണ്ട് NIA കോടതിയിലേക്ക് വിട്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് അവിടുത്തെ കോൺഗ്രസ് നേതൃത്വം പോലും ഒന്നും പറയാൻ. ഈ അടുത്ത കാലത്താണ് ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ 10 വർഷം കോൺഗ്രസ്സാണ് ഭരിച്ചുകൊണ്ടിരുന്നത്, അവരെ മാറ്റിയിട്ട് അവരെ തൂത്തെറിഞ്ഞിട്ട് BJP അധികാരത്തിൽ വന്നത്. അപ്പോൾ ഇത്രയും കാലം എന്തൊക്കെയോ അവിടെ നടന്നുകൊണ്ടിരുന്നത്, അത് സർക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെ പല കാര്യങ്ങളും അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ശരിക്കും ഈ പ്രശ്നം നടക്കുന്നത് നാരായൺപൂർ, ഛത്തീസ്ഗഡിലെ നാരായൺപൂർ എന്ന് പറയുന്ന ജില്ലയിലാണ്. അത് ബസ്തർ ഏരിയയിലെ നാരായൺപൂർ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണ്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യയിലുണ്ടല്ലോ, അമിത്ഷാ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് നക്സലിസം 2026 ഒരു ഏകദേശം അവസാനത്തോടു കൂടി ഇന്ത്യയിലെ നക്സലിസം ഇല്ലാതാകുമെന്ന്. അപ്പോൾ നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് തന്നെ ഒരുപാട് നക്സൽ വേട്ടകൾ നമ്മൾ കണ്ടതാണ്. ഒരുപാട് പേർ കീഴടങ്ങി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് അമിത്ഷായുടെ പരസ്യ പ്രഖ്യാപനമാണ് നക്സലിസം നമ്മൾ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ഈ നക്സലിസം വളരെ നല്ല സ്ട്രോങ് ആയിട്ട് കൊണ്ടു നടക്കുന്ന 6 ജില്ലകളാണ് ഇന്ത്യയിൽ ഒട്ടുള്ളത്. അതിലേറ്റവും ഒരു സ്ഥലമാണ് നാരായൺപൂർ. അത് ഈ സംഭവം നടന്ന സ്ഥലം. അപ്പോൾ ഈ നാരായൺപൂർ മാവോയിസ്റ്റുകൾക്ക് ഭയങ്കര സ്വാധീനമുള്ള ഏരിയയിൽ നാരായൺപൂർ ഏരിയയിൽ വന്നിട്ട് മലയാളികളായ നേഴ്സ് ഛത്തീസ്ഗഡിൽ നിന്ന്, ഈ മലയാളികളായ കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ നിന്ന് ഉള്ളവരല്ല. അവരൊരാൾ ഇൻഡോറിൽ നിന്നും ഒരാൾ ആഗ്രയിൽ നിന്നും ഉള്ള, അവർ ടെറിട്ടറി എന്ന് വെച്ചാൽ ഇൻഡോറും ആഗ്രയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വന്നിട്ട് ഈ നക്സലിസ്റ്റുകളുടെ ഏരിയയിൽ വന്നിട്ട് പെൺകുട്ടികളെ, അതായത് 17-18 വയസ്സുള്ള ഏകദേശം 6 റേഞ്ച് പ്രായമുള്ള പെൺകുട്ടികളാണ് കടത്തിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള മാനങ്ങളുണ്ട്. അതുകൊണ്ടാണ് കോടതി NIA കോടതിക്ക് വിട്ടിരിക്കുന്നത്. അതായത് ഈ ഇവർക്ക് എന്തെങ്കിലും നക്സലായിട്ട് ബന്ധമുണ്ടോ, അത് ഈ നക്സൽ ഏരിയയിൽ വന്നിട്ട് അത്രയും നക്സലിസ്റ്റിന് ഹോൾഡുള്ള ഏരിയയിൽ വന്നിട്ട് ഇവർക്കിങ്ങനെ പെൺകുട്ടികളെ കടത്തി കൊണ്ടുപോകണമെങ്കിൽ ഇവർക്ക് നക്സലിസ്റ്റുകളായിട്ട് ബന്ധം ഉണ്ടാകാമെന്നാണ് കോടതി കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് മതം മാറ്റം മാത്രമല്ല, മനുഷ്യക്കടത്ത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും വെർട്ടിക്കൽസും ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് NIAക്ക് കൈമാറിയത്. അപ്പോൾ ഈ ഛത്തീസ്ഗഡിനെ സംബന്ധിച്ചിടത്തോളം അവിടെ മതം മാറ്റപ്പെട്ട ആദിവാസികളും അവിടെയുള്ള ആദിവാസികളും തമ്മിൽ വർഷങ്ങളായിട്ട് കലാപം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിലേക്ക് ഇവർ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ. അതായത് ഈ കന്യാസ്ത്രീകൾ വന്നിട്ട് മതം മാറ്റുക, അങ്ങനെയുള്ള സുവിശേഷ പ്രസംഗം അങ്ങനെ കൊണ്ടുവരിക. അപ്പോൾ ഇവർ ശരിക്കും ഭിന്നിപ്പിക്കാനുള്ള ഒരിതാണ്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് തകൃതിയായി നടക്കുന്നതുകൊണ്ടാണ് ഈ കോടതി NIAക്ക് വിട്ടിരിക്കുന്നത്. ഇതിനകത്ത് ഈ പെൺകുട്ടികളെ UPയിലോട്ട് കടത്താനായിരുന്നു പരിപാടി. ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ആദ്യം അവിടെ കൊണ്ടുപോയിട്ട് 8,000-10,000 ഏകദേശം 6 റേഞ്ച് സാലറിക്ക് അടുക്കള പണിക്ക് നിർത്തും. പിന്നീട് ഇവരെ മതം മാറ്റും, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇവിടെ കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വലിയൊരു റാക്കറ്റിൻ്റെ ഭാഗമാണ് എന്ന് കോടതി കണ്ടെത്തിയതിനെ തുടർന്ന് തന്നെയാണ് ഇത് NIA കോടതിയിൽ വിട്ടത്. അപ്പോൾ ഇവർ കേരളത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധമൊക്കെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വലിയ പ്രതിഷേധത്തിൽ നമ്മുടെ പാമ്പ്ലാനി പിതാവൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ജാമ്യം ഞങ്ങൾക്ക് വേണം, പെട്ടെന്ന് ഇവരെ ഇറക്കിക്കോളണം, അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങൾ അരമന കയറി വരണ്ട, നിങ്ങളെ കേക്കൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ വലിയ രീതിയിൽ ഭീഷണി മുഴക്കിയിരുന്നു. ശരിക്കും BJP അരമനയിലേക്ക് പോകുന്നത് ഇവർക്ക് ഇവരുടെ കൊള്ളരുതായ്മ എല്ലാം അവരെന്ത് കൊള്ളരുതായ്മ ചെയ്തു കഴിഞ്ഞാലും അതിനൊക്കെ കുടപിടിക്കാനോ അതിന് കൂട്ടു നിൽക്കാനോ ഇങ്ങനെ കേസിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ കൊണ്ടുവരാനോ അല്ല. BJP അവരുടെ പൊളിറ്റിക്കൽ ടെറിട്ടറി വികസിപ്പിക്കുന്നതിൻ്റെ എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ക്രിസ്ത്യൻ സമൂഹമായിട്ട് അടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പോകുന്നത്. അപ്പോൾ അവരെന്ത് തെണ്ടിത്തരം ചെയ്ത് കഴിഞ്ഞാലും അവരെ കോടതിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുന്ന ബാധ്യത BJPക്ക് ഇല്ല. പക്ഷേ ആ രീതിയിലാണ് പാമ്പ്ലാനി പിതാവൊക്കെ പറഞ്ഞത്. പക്ഷേ അതൊരു റോങ് മെസ്സേജാണ് സൊസൈറ്റിക്ക് കൊടുക്കുക. അപ്പോൾ എന്ത് തന്നെയായാലും ഇവരിങ്ങനെ അമിത്ഷാൻ്റെ അടുത്തൊക്കെ പ്രഷറൈസ് ചെയ്യുന്നുണ്ടെല്ലാം വാർത്തയൊക്കെ പുറത്തു വരുന്നുണ്ട്. പ്രധാനമന്ത്രിയിൽ പ്രതികരിക്കണം എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം എന്തായിരുന്നു. പക്ഷേ എന്തായാലും ഇതിനകത്ത് വലിയൊരു ഗൂഢാലോചന, ഇതൊരു മനുഷ്യക്കടത്ത് മാത്രമല്ല, നക്സലിസം ഏറ്റവും കൊടുമ്പിരി കൊള്ളുന്ന ഒരു ഇന്ത്യയിലെ 6 ജില്ലകളിൽ ഒന്നാണ് ഈ നാരായൺപൂർ. അവിടെ എങ്ങനെ ഇവർക്ക് വരാൻ പറ്റി. അപ്പോൾ അവിടുത്തെ ഛത്തീസ്ഗഡിലെ ബജ്രംഗ് ദളിന് വലിയ രീതിയിൽ കുറ്റം പറയുന്നുണ്ട്. പക്ഷേ അവർ നല്ല രീതിയിലാണ് ഈ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്തത്, ബജ്രംഗ് ദൾ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ കന്യാസ്ത്രീകളെ ഇവർ അറസ്റ്റ് ചെയ്തതിന് പകരം ബജ്രംഗ് ദൾ പ്രവർത്തകർ എന്തെങ്കിലും
മർദ്ദിക്കോ അടിക്കോ പിടിക്കോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കേസിൻ്റെ സ്വഭാവം തന്നെ മാറിപ്പോവില്ലേ, അത് വലിയ രീതിയിലെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കില്ലേ, ഇന്ത്യ മൊത്തം കത്തിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പോകില്ലേ. പക്ഷേ അവർ എന്താ പറയേണ്ടത്, നല്ല രീതിയിലാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തത്. അതായത് ആ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു FIR ഇടണം, അങ്ങനെയാണ് ഇങ്ങനെയാണെങ്കിൽ അതൊക്കെ. അപ്പോൾ അതുകൊണ്ടല്ലേ കോടതിയിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ അവർക്ക് ജാമ്യം നിഷേധിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പോൾ അവർ നല്ല രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തത്. പക്ഷേ ഇവിടുന്ന് എന്താ പറയേണ്ടത്, ഇവിടുത്തെ ആൾക്കാരുടെ പ്രതികരണമൊക്കെ കണ്ടായിരുന്നോ? അതായത് അവിടെ ഛത്തീസ്ഗഡിൽ ഭരണമില്ല, അവിടുത്തെ ഭരണഘടന പശു തിന്നു, ബജ്രംഗ് ദൾ പ്രവർത്തകർ ജയ് ശ്രീരാമൊക്കെ വിളിച്ചിട്ട് ആൾക്കാർക്ക് ഈ കന്യാസ്ത്രീകളൊക്കെ ആക്രമിക്കുകയാണെന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വിടുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ചർച്ച നടക്കുന്നുണ്ടല്ലോ, ഇതൊരു ന്യൂനപക്ഷ പീഡനത്തിൻ്റെ ഭാഗമാണ്. ഈ പാമ്പ്ളാനി പിതാവൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞൊരു ഐഡിയ ഇല്ല കേട്ടോ. അതായത് അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അറിയാം, പക്ഷേ ഇപ്പോൾ പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വർഷങ്ങളായിട്ട് നടക്കുന്ന മനുഷ്യക്കടത്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് പുറത്തുനിന്നുള്ള ഫണ്ടിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരും. ശരിക്കും പെട്ടിരിക്കുകയാണ്. അതായത് NIA കയ്യിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാലോ, അവരെല്ലാം ചെകഞ്ഞും, അതായത് വർഷങ്ങൾ മുമ്പേ നടന്ന ആക്ടിവിറ്റീസ് ഫുൾ എല്ലാം എടുത്ത് ചെകഞ്ഞ് പുറത്തു കൊണ്ടുവരും. അപ്പോൾ ഇപ്പോൾ പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ അവരുടെ മതം മാറ്റം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഇനി നടക്കാൻ പോകുന്നില്ല. ഈ ഛത്തീസ്ഗഡിനെ സംബന്ധിച്ചിടത്തോളം അവർ ഗോത്ര വിഭാഗങ്ങളെ സംരക്ഷിക്കാൻ ഒരുപാട് നിയമങ്ങളുണ്ട് അവിടെ. നമ്മളിപ്പം ഈ ട്രൈബൽസിനെയും SC/ST അങ്ങനെയൊക്കെ ഒരുപാട് ലോ ഉണ്ടല്ലോ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, അതുമാതിരി ഒരുപാട് പ്രൊട്ടക്ട് ചെയ്യുന്ന ലോ ഉണ്ട്. അപ്പോൾ ഇത്തരം ലോകളൊക്കെ കാറ്റിൽ പറത്തി, ഇതൊക്കെ ശരിക്കും മുൻ കോൺഗ്രസ് സർക്കാരുകളൊക്കെ കൊണ്ടുവന്ന കേട്ടോ. അപ്പോൾ അത്തരം നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ മതം മാറ്റ ലോബികൾ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു തടയിടുക, അത് നിയമത്തിൻ്റെ പരിരക്ഷ, നിയമത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുക എന്നാണ് എന്താ പറയുക സർക്കാർ ഉദ്ദേശിച്ചത്. അതായത് എന്താ ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് ഇവരുടെ ഇടപെടൽ കാരണമാണ് അവിടെ ഗോത്ര വിഭാഗങ്ങൾ തമ്മിൽ, അതായത് ആദിവാസികൾക്കിടയിൽ കൺവേർട്ടഡ് അല്ലാത്ത ആദിവാസികൾ തമ്മിൽ വർഷങ്ങളായിട്ട് ഇത് നിൽക്കുന്ന ഇവർ കുത്തിത്തിരിപ്പ് എരുതിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഇതിനൊരു ശാശ്വത പരിഹാരം ആവും തന്നെ വിചാരിക്കാം. ഇപ്പോൾ എന്താ പറയുക, മുമ്പൊക്കെ ഈ NIA ഏറ്റെടുത്തില്ലേ, അതിന് മുന്നേ വരെ ഇനി ഇവരൊന്നും നടക്കാൻ പോകുന്നില്ല. ഇതിന് മുന്നേ വരെ ഈ സംഭവത്തിന് മുന്നേ വരെ അവർക്ക് വല്ലപ്പോഴും പോയിട്ട് കുറച്ച് ആൾക്കാർക്ക് മതം മാറ്റാൻ പറ്റുമായിരുന്നു. ഇനി അവിടെ നടക്കും തോന്നില്ല. എന്തായാലും ഇതൊരു കോൺട്രവേഴ്സി ആയത് നന്നായി. അത്തരത്തിൽ എന്താ പറയുക ഗോത്ര വിഭാഗം അത് നമുക്ക് സംരക്ഷിക്കാൻ, അതായത് പുറം ലോകം കാണാത്ത കൾച്ചറും ഇതൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു വിഭാഗം ജനങ്ങളെ തമ്മിലടുപ്പിച്ച് അവരുടെ സംസ്കാരം നശിപ്പിച്ച് എന്താ പറയുക അവരുടെ കലാപം ഉണ്ടാക്കി അവർ മുതലെടുപ്പ് നടക്കാൻ ശ്രമിച്ച സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ അത് എന്ത് തന്നെയായാലും കാലാകാലങ്ങളായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അത് എന്താ പറയുക NIA ഇടപെട്ടുകൊണ്ട് ഇനി അത് നടക്കാൻ സാധ്യതയില്ല. NIA എല്ലാം ചകഞ്ഞ് പുറത്തു വരും. അപ്പോൾ എന്ത് തന്നെയായാലും നമുക്ക് കാത്തിരിക്കുക ഇതിൻ്റെ ഔട്ട്കം എന്താണെന്ന്. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.